ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോയിൽ വന്നപ്പോൾ എൻ്റെ കൂടെ മെംകോ ഫൈസൽ സാഹിബ് ഉണ്ട്. ഞാനിപ്പോൾ ഉള്ളത് മെംകോ ഫൈസൽ സാഹിബിൻ്റെ വീട്ടിലാണ്. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതായത് ഇദ്ദേഹം മെംകോ സോഫ അതുപോലെ തന്നെ ആഡിക്കോ ഊഞ്ഞാലൊക്കെ ചെയ്യുന്നതിൻ്റെ MD ആണ് മെംകോ ഫൈസൽ. ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, ഇതിന് മുമ്പൊക്കെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും കൂടിയിട്ട് ഇദ്ദേഹത്തിൻ്റെ വീട് സെയിലിന് വെച്ചിരുന്നു. കാര്യം എന്താ വെച്ചാൽ ബിസിനസ്സിൽ കുറച്ച് ബുദ്ധിമുട്ടുകാരൊക്കെ വന്നുകൊണ്ട് സെയിലിന് വെച്ചിരുന്നു. അപ്പോൾ ഏതായാലും അത് വേണ്ടത്രാണ്ട് വിജയിച്ചിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അത് വരുന്നവർ വില കാണുന്നില്ല. ഈ സ്ഥലം എന്ന് വെച്ചാൽ പ്ലോട്ട് 6 സെൻറ്റ് സ്ഥലമാണ്. വീട് 2600 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. പക്ഷേ ഈ സ്ഥലത്തിനുള്ള വിലയാണ് ആളുകൾ കാണുന്നുള്ളൂ. വേണ്ടത്ര അങ്ങോട്ട് വിജയിച്ചില്ല അത്. എങ്കിലും കൂടിയിട്ട് അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വീഡിയോയിൽ വന്നത്. അപ്പോൾ നമുക്ക് ഫൈസൽ സാഹിബിനോട് ജസ്റ്റ് അതിനെക്കുറിച്ച് എന്തായി ഇതുവരെ ആ വീഡിയോ ചെയ്തിട്ട് എന്താണ് പുരോഗമനം ഉള്ളത്, എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ ജസ്റ്റ് അദ്ദേഹം നേരിട്ട് ഇങ്ങോട്ട് പറയുന്നതാണ് അല്ലേ? അപ്പോൾ ഫൈസൽ സാഹിബ് ജസ്റ്റ് ഒന്ന് നമ്മൾ എന്താ വെച്ചാൽ ഇപ്പോൾ വീഡിയോ ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ ഒരു 4 ആഴ്ചയായി ഇപ്പോൾ വീഡിയോ ചെയ്തിട്ട്. ആ വീഡിയോ ചെയ്തതിന് ശേഷം ഒരുപാട് ഫോൺ കോളുകൾ നമുക്ക് വന്നു. ഈ ഫോൺ കോളൊക്കെ വന്നിട്ട് ഒരുപാട് കച്ചവടക്കാർ വന്നു, പാർട്ടിക്കാർ വന്നു, ഒരുപാട് ആളുകൾ വന്നു. ഒരുപാട് ആൾക്കാർ വന്ന് കണ്ടൊക്കെ പോകുന്നു. വീടൊക്കെ കണ്ട് എല്ലാവരും നല്ല ഇഷ്ടപ്പെടുന്നുണ്ട്. എല്ലാവരും വന്നു പോയതിന് ശേഷം പിന്നെ പറയുന്നത് എന്താ വെച്ചാൽ അത് വീടിന് വില കാണില്ല, സ്ഥലത്തിന് മാത്രമേ വില ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ രീതിയിലാണ് എല്ലാവരും സംസാരം വരുന്നത്. അപ്പോൾ നമുക്ക് വിറ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ ബാങ്കിലത്തെ ഇടപാട് ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് പല ബിസിനസ്സും ചെയ്ത് അതെല്ലാം ഫേക്കായി പോയതിന് ശേഷം നമുക്കിപ്പോൾ നിൽക്കുന്ന ഫർണിച്ചർ പരിപാടി മാത്രമേ അതിൽ വന്നൊരു ബുദ്ധിമുട്ടിൻ്റെ കാരണത്താലാണ് ഇപ്പോൾ നമ്മൾ ലോണിലേക്ക് പോയത്. അപ്പോൾ ഈ ലോണ് വീട് നമുക്ക് വേറെയുള്ള ബാധ്യതകൾ തീർക്കാൻ വേണ്ടിയാണ് വീടിൻ്റെ നമ്മൾ പ്രോപ്പർട്ടി വെച്ചിട്ട് ലോൺ എടുത്തത്. അപ്പോൾ ഈ ലോൺ വെച്ച് അത് നമ്മൾ 2 ബാങ്കിലായിട്ട് നല്ലൊരു എമൗണ്ട് ഉണ്ട് ഇപ്പോൾ. അപ്പോൾ ബിസിനസ് കുറച്ച് ബാക്കിലോട്ട് പോവുകയും ചെയ്തു. അപ്പോൾ ആ രീതിയിൽ ആയി വന്നപ്പോൾ നമുക്കത് ചെയ്യാൻ ഇപ്പോൾ ഇത് വിൽപ്പനയ്ക്ക് വെച്ചതിന് ശേഷം ഇത് വിൽക്കാൻ പറ്റാത്തൊരു കണ്ടീഷനിലായിപ്പോയി. കാരണം വീടിന് വില കാണാതെ നമുക്കത് സ്ഥലത്തിന് മാത്രമുള്ള വില കിട്ടിയിട്ട് ഒരു കാര്യമില്ല. വീടും ഉണ്ടാവില്ല, ബാങ്കത്തെ കണക്കിട്ട് തീരുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ എന്താ വെച്ചാൽ ഞാൻ എല്ലാവരോടും ഒരു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മനസ്സിലാക്കിയതിൻ്റെ ശേഷം ഒരു ഹെൽപ്പ് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ചാനലിൽ വന്നിട്ടുള്ളത്. ഞാൻ ഈ ചാനലിൽ മാത്രമേ വരുള്ളൂ, വേറെ ചാനലിലോ കാര്യങ്ങളോ ഒന്നും വരില്ല. കാരണം വേറെ ചാനലിലോ കാര്യങ്ങൾ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇതിൻ്റെ കോപ്പി ആയിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഫേക്ക് ആയിരിക്കും. ഈ ചാനലിൽ മാത്രമേ ഞാൻ ഈ കാര്യം കൊണ്ട് വരുള്ളൂ. ഉപ്പയും മക്കളും എന്നുള്ള യൂട്യൂബ് ചാനലാണ് പെട്ടിട്ടുള്ളത്. ഉപ്പയും മക്കളും എന്നുള്ള ഈ ചാനലിൽ മാത്രമാണ് എൻ്റെ വീടിൻ്റെ കാര്യങ്ങൾ വന്നത്. ഇപ്പോൾ ഇപ്പം ഞങ്ങൾ അഭിമുഖീകരിക്കുന്നതും ഈ ഒരു ചാനലിലൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളായും എന്നെ അറിയുന്നവരും ഞാൻ അറിയുന്നവരും എല്ലാവരും എന്നെ ഒരു ചെറിയൊരു എമൗണ്ട് കടമായിട്ട് തന്നിട്ട് ചാരിറ്റി അല്ലാതെ അങ്ങനത്തെ ഒരു ഇതല്ലാതെ കടമായിട്ട് 1000 രൂപയെങ്കിലും എല്ലാവരും എനിക്ക് കടമായിട്ട് തന്നു കഴിഞ്ഞാൽ എനിക്കെൻ്റെ പ്രയാസങ്ങൾ തീർക്കാൻ പറ്റും എന്നുള്ളൊരു ധാരണ ഉണ്ട്. കാരണം അത്രയും ആളുകളും എന്നെ അറിയുന്നവരുണ്ട്, എൻ്റെ സുഹൃത്തുക്കളുണ്ട്, എൻ്റെ ബന്ധക്കാരുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഞാൻ ഗൂഗിൾ പേ നമ്പറോ കാര്യങ്ങളൊക്കെ തന്നു കഴിഞ്ഞാൽ എല്ലാവരും ഒരു 1000 രൂപ അതിൽ എനിക്ക് കടമായിട്ട് തരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വലിയൊരു ഉപകാരമാവും. കാരണം ഞാനിപ്പോൾ കഴിഞ്ഞ 28-ാം തീയതി ആയിരുന്നു ലോണിൻ്റെ ക്ലോസിങ് ടൈം. അതിനുശേഷം അവർ ജപ്തി നോട്ടീസും കാര്യങ്ങളൊക്കെ അയക്കുമെന്ന് പറഞ്ഞതായിരുന്നു. അപ്പോൾ ഞാൻ വേറൊരു റോളിങ് ചെയ്തിട്ട് ബാങ്കിൽ കുറച്ച് എമൗണ്ട് അടച്ചിട്ട് അതൊരു മാസത്തേക്കും കൂടി നീട്ടി വെച്ചു. അതിപ്പോൾ ഈ ആഗസ്റ്റ് 31-ാം തീയതി അത് അടച്ച് ക്ലോസ് ആയില്ല എന്നുണ്ടെങ്കിൽ അവർ നോട്ടീസ് പുറത്തിറക്കും. അപ്പോൾ 2 പ്രോപ്പർട്ടിയിലാണ് എനിക്ക് ഇപ്പോൾ ലോണുള്ളത്. ഈ 2 പ്രോപ്പർട്ടിയും ജപ്തിയിലേക്ക് പോകും. അതുകൊണ്ടാണ് പ്രശ്നം വരുന്നത്. വലിയ ഭീമമായ പ്രശ്നത്തിലാണ് നിൽക്കുന്നത്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് പല രീതിയിലും എന്നെക്കുറിച്ച് പറയാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് എല്ലാം മറന്നിട്ട് നിങ്ങൾ എന്ത് പറഞ്ഞു വെച്ചാൽ മാക്സിമം എന്നെ ഹെൽപ്പ് ചെയ്യുക. എല്ലാവരും ഒരുപാട് ആളുകൾ എനിക്ക് വിളിച്ചിരുന്നു, എന്താ വേണ്ടെന്നൊക്കെയുള്ള രീതിയിലൊക്കെ സംസാരിച്ചിരുന്നു. വലിയൊരു സംഖ്യ ആയതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ രീതിയിൽ ഒരാൾ സംസാരിച്ചിരുന്നു എന്നോട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കൂടി ഒരു 1000 രൂപ കടമായിട്ട് എനിക്ക് തരാം, എനിക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാന്നുള്ള രീതിയിൽ കടമായിട്ട് എനിക്ക് തന്നിട്ട് ഈ ക്യാഷ് ഞാൻ നിർബന്ധമായിട്ടും തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ ഇൻഷാ അല്ലാഹ് തവക്കലുണ്ടെന്നുണ്ടെങ്കിൽ അള്ളാഹിൻ്റെ തവക്കലാക്കിയിട്ട് ഞങ്ങളോട് പറയാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ ഈ ക്യാഷ് തിരിച്ചു തരും. ഒരു നിശ്ചിത സമയങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ തിരിച്ചു തരും. അർജൻറ്റുള്ളവർക്ക് ഒരു 6 മാസം കൊണ്ട്
ഞാൻ ഏപ്രിൽ മാസത്തോട് കൂടി തിരിച്ച് തരൽ തുടങ്ങാം. ഇൻഷാ അല്ലാഹ് അപ്പോൾ ബിസിനസ് ഡെവലപ്പ് ചെയ്തെടുക്കും. ഈ ഒരു ലോണിൻ്റെ പ്രശ്നങ്ങൾ തീർത്ത് കഴിഞ്ഞാൽ തിരിച്ച് തരാൻ പറ്റും. അർജൻറ്റ് അങ്ങനെ അല്ലാത്തവർക്ക് ഒരു വർഷത്തെ സമയം എനിക്ക് തന്നിട്ട് ഞാൻ അതെല്ലാവർക്കും തിരിച്ച് തരും. എല്ലാവർക്കും എൻ്റേതായ രീതിയിലുള്ള കോഡ് നമ്പറുകൾ എല്ലാവർക്കും ഞാൻ തരും. ഒരു UPI നിങ്ങളെ ട്രാൻസാക്ഷൻ ചെയ്ത നമ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് കോഡ് നമ്പർ തരും. ഈ നമ്പർ മുഖേന നമുക്ക് പിന്നെ ഞാൻ നിങ്ങൾക്ക് തന്ന ക്യാഷ് ലോൺ എനിക്ക് കടം തന്നിക്കണം എന്നുള്ളതിൻ്റെ തെളിവിനായിട്ടുള്ളൊരു നമ്പർ നിങ്ങൾക്ക് തരും. ആ നമ്പർ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അങ്ങനെ നമുക്ക് ഓരോ പിന്നെ 1000 രൂപ നിങ്ങൾ എന്നെ പെട്ടെന്ന് എന്നെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ ഞാനും എൻ്റെ കുടുംബവും ഈ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് ഇപ്പം രക്ഷപ്പെടും. കാരണം ഒരിക്കലും ഞാൻ ഫ്രെയിമിൽ വരണമെന്ന് കരുതിയതല്ല. അങ്ങനത്തെ ഒരു ഇത് കച്ചവടമായി അന്തസ്സിൽ നടക്കാൻ നല്ല വീട് വിറ്റാലും വേണ്ടിയില്ല, കച്ചവടം ചെയ്തിട്ട് അന്തസ്സിൽ നടക്കണമെന്ന് കരുതിയതായിരുന്നു. പക്ഷേ ഇതുവരെ ഒരു കച്ചവടത്തിൻ്റെ രീതിക്ക് ഇതുവരെ ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും ഇന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാം. 1000 രൂപ എല്ലാവരും തരുന്ന രീതിയിൽ ചെയ്യാം. പിന്നെ ആരും പിരിവ് നടത്തിക്കാണ്ട് എനിക്ക് തരരുത്. കാരണം അങ്ങനത്തെ ഒരു സാഹചര്യം അല്ല എൻ്റേത്. അതുകൊണ്ട് എല്ലാവരും കടമായിട്ട് എനിക്ക് ക്യാഷ് തരിക. എല്ലാവരും ഗൂഗിൾ പേ ചെയ്യുക. ഗൂഗിൾ പേ 2 ഗൂഗിൾ പേ നമ്പർ തരും. ആ QR കോഡ് ആരും ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ QR കോഡ് എന്നോട് ഡയറക്റ്റ് ഫോൺ ചെയ്ത് വാട്സപ്പിൽ ചോദിക്കുക. പിന്നെ അപ്പോൾ ഞാൻ QR കോഡ് അയച്ചു തരും. അതല്ല വാട്സപ്പ് നമ്പർ തരും. കാരണം QR കോഡ് തന്നു കഴിഞ്ഞാൽ അത് മിസ്യൂസിങ് വരുന്നുണ്ട്. അതുകൊണ്ട് QR കോഡ് ചാനലിൽ വെക്കൂല, നമ്പർ ചാനലിൽ വെക്കുള്ളൂ. ആ നമ്പറിൽ നിങ്ങൾ പിന്നെ വെച്ചിട്ട് ചെയ്യുക. അതിൻ്റെ സ്ക്രീൻഷോട്ട് അക്കൗണ്ടിൽ എൻ്റെ വാട്സപ്പിലേക്ക് അയച്ചു തരിക. നിങ്ങളെ UPI നമ്പർ വെച്ചിട്ട് നിങ്ങൾക്കൊരു കോഡ് നമ്പർ ഞാൻ അയച്ചു തരും. ആ നമ്പർ മുഖേന ഞങ്ങൾക്ക് ബൈ ആയിട്ട് ക്യാഷ് തിരിച്ച് തന്നുകൊണ്ടേ ഇരിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ മക്കളെ, ഈ വീഡിയോ ആരും തട്ടി നീക്കി കളയല്ലേ. നമ്മുടെ ഫൈസൽ സാഹിബ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരാളെ മുമ്പിൽ എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചോദിക്കുന്ന ഒന്നും ആളല്ല. ഇവിടെ അല്ല, നമ്മുടെ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇദ്ദേഹം വീണ്ടും വീണ്ടും ബിസിനസ്സിന് വേണ്ടി ശ്രമിച്ചു. അത് വേണ്ടത്ര വിജയിച്ചില്ല. പടച്ചോൻ ഓരോരുത്തർക്കും ഓരോന്ന് കണക്കാക്കുന്നുണ്ടല്ലോ. ഏതായാലും നിങ്ങൾ എല്ലാവരും പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്ത് എല്ലാവരിലേക്ക് എത്തിക്കണം. അതുപോലെ തന്നെ ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട് 1000 രൂപ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു പൈസ, അങ്ങനെ എൻ്റെ ഒരു വ്യക്തിപരമായി ഞാൻ പറയുകയാണ്, കഴിയുന്ന ഒരു പൈസ ചിലപ്പോൾ 1000 എല്ലാവരെ കൊണ്ട് കഴിഞ്ഞില്ല എന്ന് വരും, അതിൽ മേലെ കഴിയുന്നവരുണ്ടാവും. അപ്പോൾ കഴിയുന്ന മാതിരി കൊടുത്ത് അദ്ദേഹം എത്രയും പെട്ടെന്ന് തന്നെ അത് വീട്ടാനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. അദ്ദേഹം വീട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിക്കണം. എന്നാലേ ഇത് നമ്മൾ വിജയിക്കാൻ കഴിയുള്ളൂ. നിങ്ങൾക്കറിയാം, ഇദ്ദേഹത്തിന് ഈ ഒരു വീട് സ്ഥലമുള്ളത് 6 സെൻറ്റ് സ്ഥലം. ഇതിൽ 2600 സ്ക്വയർ ഫീറ്റ് വീടാണ്. ഇതിൽ ഇവിടെ അടുത്തുള്ള ആളുകൾക്കും നമ്മുടെ നാട്ടുകാർക്കും ഈ സ്ഥലത്തിൻ്റെ പേര് മുമ്പ് പറയാൻ പറഞ്ഞ അറിയാത്തവർക്ക് വേണ്ടിയിട്ട്, ഇത് മലപ്പുറം ഡിസ്ട്രിക്ട് എടരിക്കോട് പഞ്ചായത്ത്, അതായത് 11ാം വാർഡിലാണ് ഈ വീട് നിൽക്കുന്നത്. നമ്മുടെ തൊട്ടടുത്ത അങ്ങാടി എന്ന് വെച്ചാൽ കാക്കാത്തടം കുറുകത്താണ്. അപ്പോൾ കാക്കാത്തടത്താണ് ഈ വീടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് എത്തിക്കുക. ഈ വീട് തന്നെ ഞാൻ പറയില്ല, ഈ 6 സെൻറ്റ് സ്ഥലം, അതുപോലെ തന്നെ 2600 സ്ക്വയർ ഫീറ്റ്, ഇത് നമ്മൾ എങ്ങനെയെങ്കിലും വിറ്റ് കഴിഞ്ഞാൽ, എങ്ങനെയെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളെന്തായും പുറത്തായി പോകും. വേറൊരു സ്ഥലത്തേക്ക് പോകാനില്ല, പിന്നെ വാടക വീട്ടിലേക്കൊക്കെ പോകാനുള്ളത്. അപ്പോൾ ഇവർ വില കാണുന്നില്ല. ഇതിന് ചെറിയ വില, ഈ സ്ഥലത്തിൻ്റെ വിലയൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ആ വിലക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച ആ കടം വീടുകയില്ല. മിനിമം ഈ ബാങ്കിലെ കടെങ്കിലും വീട്ടുണ്ട്, ആ കടം വീടുകയില്ല. പിന്നെ വീട് പോവുകയും ചെയ്യും. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. ചെറിയ വില, ഇപ്പോഴത്തെ ഈ അവസ്ഥ കണ്ടിട്ട് ഓരോരുത്തർ വന്നിട്ട് വളരെ കുറഞ്ഞ വില, ഈ സ്ഥലത്തിൻ്റെ വിലയൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ആർക്കും ഇങ്ങനത്തെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ. അപ്പോൾ നമ്മൾ ഇതിന്മേ വെച്ച് മുതലെടുക്കാനൊന്നും നമ്മൾ ഒരിക്കലും നോക്കരുത്. അപ്പോൾ പരമാവധി നിങ്ങളെ എല്ലാ ഗ്രൂപ്പുക്കും അങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് കണ്ട് എല്ലാവരെ കൊണ്ട് കഴിയുന്ന ഒരു സംഖ്യ, അതായത് 1000 എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ചിലപ്പോൾ അത്ര 1000 എല്ലാവർക്കും കഴിഞ്ഞെന്ന് വരില്ല. ഏതായാലും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ഇത് വിജയിപ്പിക്കണം, രക്ഷിക്കണം. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു മകനെന്ന് പറഞ്ഞാൽ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് അംഗവൈകല്യമൊക്കെ ഉള്ള മകനുണ്ട് ഇവിടെ. ആ മകനൊക്കെ നിങ്ങളറിയാലോ, നമ്മുടെ വീട്ടിലെ ഒരവസ്ഥ, ഇപ്പോഴത്തെ സാഹചര്യം, ആ മകനൊന്നും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട ഒരു അവസ്ഥ വരാതിരിക്കണം. അല്ലാതെ തന്നെ കടം വീഴാൻ വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. അപ്പോൾ വേറെന്താ പറയാനുള്ളത് വയസ്സിലെ? അത്ര തന്നെ പറയുള്ളൂ. എല്ലാ അപ്പോൾ അതിൻ്റെ രീതിയിൽ എല്ലാം ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് 5ാമത്തെ ദിവസം സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയിട്ട് 5ാമത്തെ ദിവസം മുതൽ എല്ലാവർക്കും അതിൻ്റെ കോഡ് നമ്പർ അയച്ചു തുടങ്ങും. അതിന് ഞങ്ങൾ പ്രത്യേകിച്ചൊരു പിന്നെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്യും. അപ്പോൾ അതിന് 5ാമത്തെ ദിവസം എല്ലാവർക്കും നമ്പറെല്ലാം കൊടുത്തിട്ട് ഇൻഷാ അല്ലാഹ് അതെല്ലാവരും ഇതാക്കി പിന്നെ കൺട്രോൾ ചെയ്ത് വെച്ചതിന് ശേഷം അർജൻറ്റ് എല്ലാവരും ഇപ്പോൾ ക്യാഷിന് തരുന്നവർക്ക് അർജൻറ്റ് പറയുകയാണെന്നുള്ളവർക്ക് ഏപ്രിൽ മുതൽ അടുത്ത 2026 ഏപ്രിൽ മാസം മുതൽ നമ്മൾ തിരിച്ച് തരൽ തുടങ്ങും. അപ്പോഴൊക്കെ ഞാൻ ബിസിനസ്സിൽ ഈ കാര്യങ്ങൾ, ഈ റിസ്ക്കും കാര്യങ്ങളും കഴിഞ്ഞ് കഴിഞ്ഞാൽ ബിസിനസ് ഡെവലപ്പായി കഴിഞ്ഞാൽ അത്യാവശ്യം രീതിയിൽ നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഇൻഷാ
ഇൻഷാ അല്ലാ ഏപ്രിൽ മാസം മുതൽ ഒരു 6 മാസത്തെ സമയമാണ് ഞാൻ ചോദിക്കുന്നത്. അതിൻ്റെ ശേഷം നമ്മൾ ക്യാഷ് അർജൻറ്റ് ഉള്ളവർക്ക് കൊടുത്തു തുടങ്ങും. മറ്റുള്ളവർക്ക് എല്ലാവർക്കും 1 വർഷത്തെ സമയം എനിക്ക് തരണം. 1 വർഷത്തെ എല്ലാവർക്കും ചെറിയ എമൗണ്ടാണ്, കഴിയുന്ന രീതിയിൽ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ 1 വർഷത്തെ സമയത്തിനുള്ളിൽ പലതുള്ളി പെരുവെള്ളം എന്നുള്ള രീതിയിലായതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. എന്നെ ഹെൽപ്പ് ചെയ്യാതിരിക്കാൻ നിങ്ങൾക്ക് ആർക്കും പറ്റില്ല. കാരണം നിങ്ങളോട് എല്ലാവരോടും നല്ല രീതിയിൽ സൗമ്യമായി പെരുമാറുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അത് പിന്നെ ശത്രുക്കളോ മിത്രങ്ങളോ അങ്ങനെ ആരും എനിക്കില്ല. അപ്പോൾ എനിക്കറിയാം അത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരോടും പുഞ്ചിരിച്ച് കൊണ്ട് സംസാരിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. പക്ഷേ ഇപ്പോൾ എന്താ എനിക്കറിയില്ല, എൻ്റെ അവസ്ഥ വളരെ മോശമായി മാറിപ്പോയി, എന്താ എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്യുക. ഈ രീതിയിൽ ഹെൽപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കടം തന്നിട്ട് ഹെൽപ്പ് ചെയ്യുക, അല്ലാതെ മറ്റുള്ള ഹെൽപ്പ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ചാരിറ്റി വീഡിയോ അല്ല ഇത്, ഒരിക്കലും ചാരിറ്റി അല്ല. അതുമാതിരി നിങ്ങളെല്ലാവരും സംഘടിച്ചുകാണ്ട് പിരിച്ചുകാണ്ട് എനിക്ക് തരരുത്. കാരണം അങ്ങനത്തെ ഒരു അവസ്ഥ അല്ല എൻ്റെ അവസ്ഥ. ഒരിക്കലും ഞാൻ നല്ല രീതിയിൽ ബിസിനസ് ചെയ്ത് വന്നിരുന്നു, ഒരുപാട് ബിസിനസ് ചെയ്തിരുന്നു. പല രീതിയിലും ബിസിനസ്സിൽ നിന്ന് താളം തെറ്റാതെ പോയിരുന്ന മനുഷ്യനാണ്. ഇപ്പോൾ ചെറിയ ഈ ലോണിൻ്റെ കാരണത്താൽ മാത്രമാണ്, ബാങ്ക് ലോണിൻ്റെ കാര്യത്തിലാണ് അത്ര മാത്രമേ വീഴ്ചകളും മറ്റുള്ള കാര്യങ്ങൾ വന്നിട്ടുള്ളൂ. പിന്നെ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഹെൽപ്പ് ചെയ്യുക. മറ്റുള്ള കാര്യങ്ങളൊക്കെ വാട്സപ്പിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ എന്നെ ഡയറക്റ്റ് വിളിക്കാം, അതെല്ലാം വാട്സപ്പിൽ ചോദിക്കാം, ഞാൻ അതിൻ്റെ കറക്റ്റ് മറുപടി തരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും. ഒറ്റക്കെട്ടായി നിങ്ങൾ നിൽക്കണം. നിങ്ങളെല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്തേ പറ്റുള്ളൂ. ഹെൽപ്പ് എന്ന് ഉദ്ദേശിച്ച് ഈ പറഞ്ഞ പോലെ കടം, ഇത് നിങ്ങൾ എല്ലാവരും ഒന്ന് ഒത്തൊരുമിക്കുന്നത്. പ്ലീസ് ഹെൽപ്പ്. നിങ്ങൾക്ക് ഒരിക്കലും ഇത് നഷ്ടമാവില്ല, നിങ്ങൾക്ക് വിജയം മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നിങ്ങളിൽ നിന്നെല്ലാം ഞങ്ങൾ ഇതിനു വേണ്ടി ഒരു ഹെൽപ്പിംഗ് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യല്ലേ, ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണേ. പരമാവധി എല്ലാവരിലേക്കും ഇതൊന്ന് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണാർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിച്ചോളും, കുഴപ്പമില്ല. നല്ലതാവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. എല്ലാവർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.